നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കൈനറ്റിക് തിയറി എന്ന ചാപ്റ്ററാണ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണിത്. മുൻ ചാപ്റ്ററുകളുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുള്ള പ്ലേലിസ്റ്റിലും മുൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. കൈനറ്റിക് തിയറി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ ഫോർമുലേഷൻ ഓഫ് കൈനറ്റിക് തിയറി ഓഫ് മാറ്റർ ഇസ് ദാറ്റ് സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദീസ് മോളിക്യൂൾസ് ആർ നോട്ട് അറ്റ് റെസ്റ്റ് വെദർ ദേ ആർ ഇൻ സോളിഡ്, ലിക്വിഡ് ഓർ ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ കൈനറ്റിക് തിയറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. അതായത് എല്ലാ സബ്സ്റ്റൻസസും ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. അതുപോലെ തന്നെ ഈ മോളിക്യൂൾസ് ഒന്നും റെസ്റ്റിലല്ല, ദേ ആർ ഇൻ റാൻഡം മോഷൻ. സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗേഷ്യസ് സ്റ്റേറ്റ് ആയാലും മോളിക്യൂൾസ് ഒന്നും റെസ്റ്റിലല്ല എന്നുള്ള ഒരു ബേസിക് ഐഡിയയിൽ നിന്നാണ് കൈനറ്റിക് തിയറി ഫോർമുലേറ്റ് ചെയ്തത്. കൈനറ്റിക് തിയറിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ the postulates of kinetic theory consists of these points. ഓരോ പോയിൻ്റായിട്ട് നോക്കാം. എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ടൈനി മോളിക്യൂൾസ്. എല്ലാ ഗ്യാസും മീൻസ് ഏത് ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. സെക്കൻഡ് പോയിന്റ്, ദ മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. During the motion, they collide with each other and also with the walls of the container. എല്ലാ മോളിക്യൂൾസും മോഷനിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റാൻഡം മോഷനിലാണ്. ഈ റാൻഡം മോഷൻ്റെ ഇടയിൽ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. അതുകൂടാതെ ദേ വിൽ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ വാൾസുമായിട്ടുള്ള കൊളീഷനും നടക്കാം. The interaction between molecules is negligible and we can assume that they move freely in straight lines according to Newton's first law. അപ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഗ്യാസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. സോ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. പിന്നെ നമുക്ക് അസ്യൂം ചെയ്യാവുന്ന ഒരു കാര്യം, ദേ മൂവ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. ഒരു കൊളീഷൻ കഴിഞ്ഞാൽ അടുത്ത കൊളീഷൻ നടക്കുന്നതിൻ്റെ ഇടയിലുള്ള പാത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാത്തായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. Another point, all collisions between molecules among themselves or between molecules and the walls are elastic. അപ്പോൾ all collisions of the molecules are elastic in nature. Elastic and inelastic collision മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിൾ പറയുന്നത് തന്നെ കൊളീഷൻ ബിറ്റ്വീൻ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ കൊളീഷൻസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഓൾ കൊളീഷൻസ് ആർ ഇലാസ്റ്റിക്. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ മൊമെൻറ്റം ആർ കൺസേർവ്ഡ്. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും മെയിൻ പോയിൻറ്റ്സ് ആണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. 4-5 പോയിൻറ്റ്സേ ഉള്ളൂ, അത് മനസ്സിലാക്കി വെക്കുക. Now we'll derive the expression for pressure of an ideal gas. ഇവിടെ നമ്മളൊരു ക്യൂബാണ് കൺസിഡർ ചെയ്തത്. an ideal gas is taken in this container. ക്യൂബിൻ്റെ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നറാണ്. സോ ഈ ഒരു ഗ്യാസിൽ നമുക്കറിയാം ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. വി ആർ ഗോയിങ് ടു കൺസിഡർ വൺ മോളിക്യൂൾ. ദിസ് മോളിക്യൂൾ ഇസ് മൂവിങ് ടുവേർഡ്സ് ദിസ് സൈഡ് ഓഫ് ദി ക്യൂബ്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഓക്കെ, 3 ആക്സിസ് ഈ ക്യൂബിൻ്റെ സൈഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ദ മോളിക്യൂൾ ഇസ് മൂവിങ് ടുവേർഡ്സ് ദിസ് പ്ലെയിൻ. വിച്ച് പ്ലെയിൻ? ദിസ് ഇസ് വൈ സെഡ് പ്ലെയിൻ. Okay, molecule is moving towards the yz plane and it collides with the container, bounces back. അപ്പോൾ yz പ്ലെയിനിൽ കൊളൈഡ് ചെയ്തതിന് ശേഷം സപ്പോസ് ദ മോളിക്യൂൾ റിട്ടേൺസ്. നമുക്കറിയാം ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആണ്. സപ്പോസ് വി എക്സ്, വി വൈ, വി സെഡ് ഇതാണെന്ന് വിചാരിക്കാം ഇനീഷ്യൽ വെലോസിറ്റി, അതായത് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ ഒരു കമ്പോണൻറ്റ് മാത്രമാണ്, വെലോസിറ്റിയുടെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, എക്സ് കമ്പോണൻറ്റ്.
എക്സ് കമ്പോണന്റ് ബൗൺസ് ചെയ്യുമ്പോൾ എക്സ് കമ്പോണന്റ് മൈനസ് വി എക്സ് ആവുന്നു. ദെൻ വൈ കമ്പോണന്റ് വി വൈ തന്നെയാണ്, സെഡ് കമ്പോണന്റ് വി സെഡ് തന്നെയാണ്. സോ ബിഫോർ കൊളീഷൻ ദ വെലോസിറ്റീസ് ആർ വി എക്സ് വി വൈ വി സെഡ്. Velocity after collision minus Vx, Vy, Vz. Only the x component changes. Now what is the change in momentum of the molecule? Change in momentum delta p dash nodukam. Change in momentum final momentum minus initial momentum. Mass m ആണെങ്കിൽ final momentum എന്തായിരിക്കും? Minus mvx minus initial momentum, that is mvx. Okay? കാരണം y componentum z componentum change ഇല്ല. അപ്പോൾ change in momentum is due to the change in the x component of velocity. So it is final momentum minus initial momentum. Final momentum minus mvx minus initial momentum mvx. So you'll get minus 2mvx. This is the change in momentum of one molecule. ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്തപ്പോൾ ഉണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റ് ആണിത്. ഓക്കെ, ഒരു മോളിക്യൂൾ ഈ കണ്ടെയ്നറിന്റെ വോളുമായിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു മോളിക്യൂളിനുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്, മൈനസ് 2mvx. Now what is the momentum transferred to the wall? ഇത്രയും ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവുമ്പോൾ what is the momentum transferred? It will be 2mvx. ഓക്കെ, വോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത മൊമെന്റം ഇറ്റ് ഇസ് 2mvx. ഇനി ഇൻ ടൈം ഡെൽറ്റ ടി molecules within length vx delta t will hit the wall. അതായത് നമുക്കറിയാം ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ മാത്രമല്ല ഇതിലുണ്ടാവുക. അപ്പോൾ ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഈ കണ്ടെയ്നർ വാളിൽ ഹിറ്റ് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഡെൽറ്റ ടി ടൈം ഇന്റർവെല്ലിൽ ഒരു മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വി എക്സ് ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇഫ് യു കൺസിഡർ ദാറ്റ് ടൈം ഇന്റർവെൽ, ഇത്രയും ലെങ്ത് ഉള്ള ഒരു വോളിയം നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും. ആ വോളിയത്തിലുള്ള മുഴുവൻ മോളിക്യൂൾസും ഈ ഒരു വോളുമായിട്ട് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലെങ്ത് വി എക്സ് ഡെൽറ്റ ടി, സപ്പോസ് ഏരിയ ഇസ് എ, ഒരു സൈഡിന്റെ ഏരിയ, കണ്ടെയ്നറിന്റെ വൺ സൈഡ് ഏരിയ എ ആണെന്ന് വിചാരിക്കുക. സോ യു ക്യാൻ കൺസിഡർ ദ മോളിക്യൂൾസ് ഇൻ വോളിയം എ വി എക്സ് ഡെൽറ്റ ടി. ഇത്രയും മോളിക്യൂൾസ് ഈ കണ്ടെയ്നർ വോളുമായിട്ട് ഹിറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പാത്ത് കൺസിഡർ ചെയ്യാം. വി എക്സ് ഡെൽറ്റ ടി സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ലെങ്ത് ആണ്. ആ ഒരു ഫേസ് ഏരിയ എ ആണ്. സോ ഇത്രയും വോളിയത്തിലുള്ള മോളിക്യൂൾസ് ആ കണ്ടെയ്നർ വോളുമായിട്ട് ഹിറ്റ് ചെയ്യും. സോ എ വി എക്സ് ഡെൽറ്റ ടി ഇസ് ദ വോളിയം. അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവാം? ദാറ്റ് ഈസ് എ വി എക്സ് ഡെൽറ്റ ടി ഇൻറ്റു എൻ. Okay, where n is number of molecules per unit volume. Unit വോളിയത്തിൽ n number of molecules ആണ് ഉള്ളതെങ്കിൽ a vx delta t molecules ആയിരിക്കും ഈ ഒരു വോളുമായിട്ട് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത. പക്ഷെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. സി, ആ ക്യൂബിന്റെ രണ്ട് ഫേസിലും ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മോളിക്യൂൾസിന്റെ എണ്ണാണിത്. ഓക്കെ, എ വി എക്സ് ഡെൽറ്റ ടി ഇൻറ്റു എൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് if capital N is the total number of molecules in this volume, A Vx delta T into small n number of molecules per unit volume ആണ്. ഇപ്പൊ ഇത്രയും മോളിക്യൂൾസ് ഒരു ഫേസ്, ഈ സൈഡിലുള്ള ഫേസുമായിട്ട് മാത്രമല്ല ഇവിടെയുള്ള ഫേസുമായിട്ട് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് മേ മൂവ് ടുവേർഡ്സ് ദിസ് ഫേസ് ഓർ ദിസ് ഫേസ് ഓഫ് ദ ക്യൂബ്. ഓക്കെ, അപ്പോ ഹൗ മെനി മോളിക്യൂൾസ് വിൽ ഹിറ്റ് ദിസ് സർഫസ്, അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എത്ര സർഫസ് ഉണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, സപ്പോസ് വി ആർ അസ്യൂമിംഗ് ദാറ്റ് ഹാഫ് ഓഫ് ദി മോളിക്യൂൾസ് മൂവ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. Okay, so the number of molecules moving in positive direction എങ്ങനെ എടുക്കാം? ഹാഫ് ഇൻറ്റു എ വി എക്സ് ഡെൽറ്റ ടി ഇൻറ്റു എൻ. ദിസ് ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് മൂവിങ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഈ ഫിഗർ, ക്യൂബിന്റെ ഫിഗർ ഒന്നുകൂടി നോക്കാം. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന മോളിക്യൂൾസ് ഒരു ഫേസിൽ ഹിറ്റ് ചെയ്യാം. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന മോളിക്യൂൾസ് ഓപ്പോസിറ്റ് ഫേസിൽ ഹിറ്റ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള മോളിക്യൂൾസ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് ടോട്ടൽ നമ്പറിന്റെ ഹാഫ് എന്നുള്ള രീതിയിൽ എടുക്കാം. സോ ഹാഫ് എ വി എക്സ് ഡെൽറ്റ ടി ഇൻറ്റു എൻ. ഇനി നേരത്തെ നമുക്ക് കിട്ടി ദ മൊമെന്റം ഇമ്പാർട്ടഡ് ഓർ ട്രാൻസ്ഫർ ടു ദ വോൾ ബൈ വൺ മോളിക്യൂൾ ഇസ് 2mvx. ഓക്കെ,
2mvx is the momentum transferred to one molecule. ഒരു മോളിക്യൂളിന്റെ കൊളീഷൻ കാരണം ഈ ഒരു വോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മൊമെന്റ് ആണ് 2mvx. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ എത്ര മൊമെന്റം ട്രാൻസ്ഫർ നടക്കും? ദാറ്റ് ഈസ് ഡെൽറ്റ പി. ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ പി, ടോട്ടൽ മൊമെന്റം ട്രാൻസ്ഫേർഡ്, ഈക്വൽ ടു എന്ത് ചെയ്യാം നമുക്ക്? ഒരു മോളിക്യൂൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 2mvx ആണ്. സോ 2mvx ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഹാഫ് a vx delta t n. This is the total momentum transferred to the container wall, which is delta p equal to 2 cancels. Okay, so m vx square a delta t n. Okay, so you'll get delta p equal to m vx square a delta t into n. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് എഫ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷറാണ്. ഈ മോളിക്യൂൾസിന്റെ കൊളീഷൻ കാരണം കണ്ടെയ്നർ വോൾസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് കിട്ടേണ്ടത്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. സോ ഹിയർ ഫോഴ്സ് ഇസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് എം വി എക്സ് സ്ക്വയർ എ എൻ. ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യും, ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോൾ ഈ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എം വി എക്സ് സ്ക്വയർ എ ഇൻറ്റു എൻ. സോ വാട്ട് ഇസ് ദ പ്രഷർ? പി ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് ഈസ് എം വി എക്സ് സ്ക്വയർ എൻ. സോ പി ഈക്വൽ ടു എൻ എം വി എക്സ് സ്ക്വയർ എന്നുള്ളത് നമുക്ക് എൻ എം വി എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാം. വേർ എക്സ് ബാർ സ്ക്വയർ ഇസ് ദി ആവറേജ് ഓഫ് ദ വെലോസിറ്റി. ഇവിടെ നമ്മൾ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഫേസിലും മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ എക്സ് വൈ കമ്പോണന്റ്, സെഡ് കമ്പോണന്റ്, ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വി സ്ക്വയർ എന്നുള്ളതിന് പകരം വി എക്സ് സ്ക്വയർ എന്നുള്ളതിന് പകരം വി ആർ കൺസിഡറിംഗ് ദി ആവറേജ് വെലോസിറ്റി വി എക്സ് ബാർ സ്ക്വയർ. മറ്റൊന്ന്, ബൈ സിമെട്രി വി ക്യാൻ റൈറ്റ് വി എക്സ് ബാർ സ്ക്വയർ ഈക്വൽ ടു വി വൈ ബാർ സ്ക്വയർ ഈക്വൽ ടു വി സെഡ് ബാർ സ്ക്വയർ. അതായത് എല്ലാ കമ്പോണൻസും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതായത് എല്ലാ കമ്പോണൻസിന്റെയും ആവറേജ് വാല്യൂ വി എക്സ് സ്ക്വയർ മീൻസ് ആവറേജ് ഓഫ് ദി എക്സ് കമ്പോണന്റ്, വി വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് വൈ കമ്പോണന്റ്, വി സെഡ് സ്ക്വയർ സ്ക്വയർ ഓഫ് ആവറേജ് ഓഫ് സെഡ് കമ്പോണന്റ്. അപ്പൊ എല്ലാ സൈഡിലുള്ള, അതായത് എല്ലാ കമ്പോണൻസിന്റെയും ആവറേജ് വാല്യൂ സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോ വി ബാർ സ്ക്വയർ എന്നുള്ളത് വി എക്സ് ബാർ സ്ക്വയർ എന്നുള്ളത് ക്യാൻ ബി റിട്ടൺ ആസ് 1/3 വി എക്സ് ബാർ സ്ക്വയർ പ്ലസ് വി വൈ ബാർ സ്ക്വയർ പ്ലസ് വി സെഡ് ബാർ സ്ക്വയർ. എങ്ങനെയാണ്? ഈ ഒരു റിലേഷനാണ്. നമുക്കറിയാം വി ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി സെഡ് കെ. ഓക്കെ, കമ്പോണൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓർ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ബാർ സ്ക്വയർ ഈക്വൽ ടു വി എക്സ് ബാർ സ്ക്വയർ പ്ലസ് വി വൈ ബാർ സ്ക്വയർ പ്ലസ് വി സെഡ് ബാർ സ്ക്വയർ, ആവറേജ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി ഇതെല്ലാം ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി ബാർ സ്ക്വയർ ഈക്വൽ ടു 3 വി എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാലോ. കാരണം വി എക്സ് ബാർ സ്ക്വയർ, അതുപോലെ വൈ കമ്പോണൻസിന്റെ സ്ക്വയർ, സെഡ് കമ്പോണന്റ് സ്ക്വയർ, ഇതെല്ലാം ഈക്വൽ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോന്നും വി എക്സ് ബാർ സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് വി ബാർ സ്ക്വയർ ഈക്വൽ ടു 3 വി എക്സ് ബാർ സ്ക്വയർ, ഓർ Vx square equal to, or Vx bar square equal to 1/3 V bar square എഴുതാം. ഓക്കെ, Vx bar square equal to 1/3 V bar square. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ Vx bar square പകരം 1/3 V bar square. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P equal to 1/3 Nm V bar square എന്ന് കിട്ടും. That is the pressure exerted by an ideal gas on the walls of the container. P equal to 1/3 Nm V bar square, where N is the number of molecules per unit volume, M mass of the molecule, and what is V bar? It is the average velocity, square of the average velocity. So this is a very important expression. The pressure exerted by an ideal gas on the walls of the container, 1/3 Nm V bar square. Now we'll derive an expression for energy or kinetic energy of the molecules. അല്ലെങ്കിൽ kinetic energy എങ്ങനെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നോക്കാം. So we'll start with the equation P equal to 1/3 Nm V bar square. രണ്ട് സൈഡിലും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കും. So we'll get
PV equal to 1 by 3 NV mv bar square. Left side lum right side lum volume kondu multiply ചെയ്യുന്നു. So PV equal to 1 by 3 NV mv bar square. Now what is NV? It is N, total number of molecules. Small n number of molecules per unit volume. Capital V volume. So N into V gives you total number of molecules in the sample. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിളിൽ ആകെയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. ഈ ഒരു ഇക്വേഷനിൽ സപ്പോസ് യു ആർ മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ബൈ 2. സോ യു വിൽ ഗെറ്റ് PV ഈക്വൽ ടു 2 by 3 N വിക്ക് പകരമാണ് N കൊടുത്തത്. അപ്പോൾ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ഡിവൈഡ് ചെയ്യുന്നു 1 by 2 അല്ലെങ്കിൽ ഹാഫ് mv bar സ്ക്വയർ. ഇതിൽ ഹാഫ് mv bar സ്ക്വയർ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. ഹാഫ് mv സ്ക്വയർ എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. N into half mv bar square gives you the total kinetic energy of all the n molecules. Okay, this is half mv square is kinetic energy of one molecule into n gives you total energy of all the molecules in the sample. So you'll get PV equal to 2 by 3 E, where capital E gives you n into half mv bar square. അതാണ് capital E കൊണ്ട് denote ചെയ്തത്. Also we have PV equal to mu RT. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. സോ രണ്ട് ഇക്വേഷൻ ഉണ്ട്. PV ഈക്വൽ ടു 2 by 3 E, then PV ഈക്വൽ ടു mu RT. ആ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് ഇക്വേഷൻസ് 1 and 2, യു വിൽ ഗെറ്റ് 2 by 3 E ഈക്വൽ ടു mu RT or E ഈക്വൽ ടു 3 by 2 mu RT. ഓക്കെ, 2 by 3 E ഈക്വൽ ടു mu RT. രണ്ട് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാണ്. സോ E ഈക്വൽ ടു 3 by 2 mu RT, which can be written as E equal to 3 by 2 mu Na kBT. എന്താണ്? R is universal gas constant. This is Na into kB. Na എന്താ? അവഗാഡ്രോ നമ്പർ. അതുപോലെ kB ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഓക്കെ, kB is ബോൾസ്മാൻ കോൺസ്റ്റന്റ്. അപ്പോൾ ആറിന് പകരം Na into kB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 by 2 mu Na kBT എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് 3 by 2 N kBT എന്ന് കിട്ടും, വേർ mu into Na ഈക്വൽ ടു N. mu is number of moles, Na അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഗിവ്സ് യു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് N. സോ E ഈക്വൽ ടു 3 by 2 N kBT. This is the total energy of all molecules in the sample. Or E by N equal to 3 by 2 kBT. E by N എന്തായിരിക്കും? E total energy of all molecules divided by N, total number of molecules. So E by N gives you the total or average kinetic energy of a molecule. ഒരു മോളിക്യൂളിന്റെ എനർജിയാണിത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 by 2 kBT, or the average kinetic energy of a molecule is proportional to absolute temperature of the gas. Average kinetic energy ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ ആണ്. മറ്റൊന്ന്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ, വോളിയം ഓർ നേച്ചർ ഓഫ് ദി ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ അതിന്റെ നേച്ചർ, ഇതിനെയൊന്നും ആവറേജ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. Now we'll consider Dalton's law of partial pressures. ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തു പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് അതിൻ്റെ ഇക്വേഷൻ P ഈക്വൽ ടു 1 by 3 Nm V bar സ്ക്വയർ. അത് ഓരോന്നും എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാണ്. ഡാൽട്ടൺസ് ലോ ഇസ് അബൌട്ട് ദ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഓക്കെ, മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഐഡിയൽ ഗ്യാസസ്. ഒന്നിൽ കൂടുതൽ നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസസ് ചേർന്ന മിക്സ്ചറിനെ കുറിച്ചാണ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സിൽ പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഫോർ എ മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഐഡിയൽ ഗ്യാസസ് ദ ടോട്ടൽ പ്രഷർ ഗെറ്റ്സ് കോൺട്രിബ്യൂഷൻ ഫ്രം ഈച്ച് ഗ്യാസ് ഇൻ ദ മിക്സ്ചർ. അതായത് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓരോ മിക്സ്ചറിലെ ഓരോ ഗ്യാസ് കൊണ്ടുള്ള പ്രഷറിൻ്റെ സമ്മാണ്. ഓക്കെ, ടോട്ടൽ പ്രഷർ ഓഫ് ദറ്റ് മിക്സ്ചർ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദ പ്രഷേഴ്സ് എക്സേർട്ടഡ് ബൈ ഈച്ച് ഗ്യാസ്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം നോക്കിക്കഴിഞ്ഞാൽ P ഈക്വൽ ടു 1 by 3
നമ്മൾ ഒന്നിൽ കൂടുതൽ ഗ്യാസ് കൺസിഡർ ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂസ് N1 M1 V1 denotes the first gas, N2 M2 V2 denotes second gas and so on. അങ്ങനെ എടുക്കുകയാണെങ്കിൽ P, the total pressure P equal to 1/3 N1 M1 V1 bar square plus N2 M2 V2 bar square plus etc. എത്ര ഗ്യാസ് ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സ്ചർ. ഈ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ ഇൻ ഇക്ലിബ്രിയം ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് വിൽ ബി ഈക്വൽ. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഓരോ മോളിക്യൂളിൻ്റെയും ആവറേജ് കൈനറ്റിക് എനർജി എന്നത് 3/2 kBT എന്നെടുക്കാം. ഓക്കെ, വെർ T ഇസ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ടെമ്പറേച്ചർ ഉൾപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ്. സോ ഹാഫ് M1 V1 ബാർ സ്ക്വയർ, അതുപോലെ ഹാഫ് M2 V2 ബാർ സ്ക്വയർ എക്സെട്ര, ഇതൊക്കെ നമുക്ക് 3/2 kBT എന്ന് കൺസിഡർ ചെയ്യാം. വെർ KB ഇസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, T ഇസ് ടെമ്പറേച്ചർ. അങ്ങനെയാകുമ്പോൾ ഇക്വേഷൻ, അതായത് P ഈക്വൽ ടു 1/3 N1 M1 V1 ബാർ സ്ക്വയർ പ്ലസ് N2 M2 V2 ബാർ സ്ക്വയർ പ്ലസ് എക്സെട്ര, ഈ ഒരു ഇക്വേഷൻ ഇറ്റ് ബിക്കംസ് P ഈക്വൽ ടു N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര ഇൻറ്റു KBT. എങ്ങനെയാണ് എഴുതിയത്? 1/3 അവിടെ തന്നെ ഉണ്ട്, ദെൻ ഹാഫ് M1 V1 ബാർ സ്ക്വയർ, ഹാഫ് അവിടെ ഇക്വേഷനിലില്ല, സോ യു ക്യാൻ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റിന് പുറത്ത് ചെയ്യുക, ഡിവിഷൻ ബ്രാക്കറ്റിന് ഉള്ളിൽ ചെയ്യുക. അപ്പോൾ ഉള്ളിൽ നമുക്ക് ഹാഫ് M1 V1 ബാർ സ്ക്വയറിന് കിട്ടും, അതുപോലെ ഹാഫ് M2 V2 ബാർ സ്ക്വയർ. ഇതിനൊക്കെ പകരം 3/2 kBT എന്ന് എഴുതാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്ത് 3/2 kBT. ആദ്യം തുടക്കത്തിൽ നമുക്കുണ്ട് 1/3 മീൻസ് 2/3. ഓക്കെ, സോ 2/3 ഇൻറ്റു N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര ഇൻറ്റു 3/2 kBT. സോ 3 and 2 cancels and you will get N1 plus N2 plus etc. into kBT. That is the total pressure exerted by the mixture of gases. So that is the mathematical form of Dalton's law of partial pressures. P equal to N1 plus N2 plus etc. into kBT. So pressure depends on the number of molecules per unit volume. N1 N2 ഒക്കെ ഓരോ നമ്മൾ പറഞ്ഞ മിക്സ്ചർ ആണ്, അതിൽ ഓരോ ഗ്യാസിൻ്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ആൻഡ് T is the temperature, KB is Boltzmann constant. So there is a total pressure exerted by the mixture of gas. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണുന്ന പ്ലേലിസ്റ്റിൽ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത വീഡിയോസ്, അതുപോലെ തന്നെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൻ്റെ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യാം. താങ്ക് യു.